ഫ്രണ്ട്സ്, ദി സീക്രട്ട് ഓഫ് ഈനോക്കിൻ്റെ ഈ രണ്ടാം ഭാഗത്തിൽ ഭക്തി കെട്ടവരുടെ സോളുകൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്തിനെക്കുറിച്ചുള്ള വിവരണവും സൂര്യൻ്റെ ഗതി, അതിൻ്റെ ഉദയവും അസ്തമനവും എങ്ങനെ നടക്കുന്നു, വർഷങ്ങളുടെയും മാസങ്ങളുടെയും ദിവസങ്ങളുടെ കണക്കിൻ്റെ അടിസ്ഥാനം എന്നിവയെക്കുറിച്ചുള്ള വിവരണമാണ് ഉള്ളത്. നമുക്കതൊന്ന് കേൾക്കാം. അധാർമികർക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ചാണ് അധ്യായം 10 വിവരിച്ചിരിക്കുന്നത്. ആ 2 പേർ എന്നെ വടക്കു ഭാഗത്തേക്ക് കൊണ്ടുപോയി. അവിടെ വളരെ ഭയാനകമായ ഒരു സ്ഥലം അവർ എനിക്ക് കാണിച്ചു തന്നു. എല്ലാ തരത്തിലുമുള്ള പീഡനങ്ങൾ നിർദ്ധയമായി അരങ്ങേറുന്ന, വെളിച്ചമേ ഇല്ലാത്ത ഒരു സ്ഥലം. ഒഴുകുന്ന അഗ്നി നദി, എല്ലായിടത്തും തീയും തുഷാരവും ഹിമവും ദാഹവും വിറയലുമുള്ള സ്ഥലം. ക്രൂരമായ ബന്ധനങ്ങൾ, ഭയങ്കരരും കരുണയില്ലാത്ത കോപാകുലരായ ആയുധം ധരിച്ചിരുന്ന ദൂതന്മാർ അവരെ കരുണയില്ലാതെ പീഡിപ്പിക്കുന്നത് കണ്ട ഞാൻ അവരോട് ചോദിച്ചു, കഷ്ടം കഷ്ടം, എത്ര ഭയാനകമാണ് ഈ സ്ഥലം. ആ മനുഷ്യർ എന്നോട് പറഞ്ഞു, ഹേ ഈനോക്കേ, ഈ സ്ഥലം ദൈവത്തെ അപമാനിക്കുന്നവർക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്നു. ഭൂമിയിൽ പ്രകൃതിക്കെതിരായി പാപം ചെയ്യുന്നവരാണിവർ. അതായത് സോഡോമിക് രീതിയിൽ കുട്ടികളുടെ ദുർനാശത്തിന് വഴിതെളിയിക്കുന്നവർ, ചെപ്പടി വിദ്യ, മന്ത്രവാദം, പൈശാചികമായ വശ്യപ്രയോഗം ഇവ നടത്തുന്നവർ, തങ്ങളുടെ ദുഷ്പ്രവൃത്തികളെക്കുറിച്ച് വീമ്പിളക്കുന്നവർ, മോഷണം, കള്ളം, അപവാദം, അസൂയ, തീരാത്ത പക ഇവയൊക്കെ നടത്തുന്നവർ, ആത്മാക്കളെ മോഷ്ടിക്കുന്ന ശപിക്കപ്പെട്ടവർ, പാവങ്ങളിൽ നിന്ന് അടിച്ചു മാറ്റി സ്വയം ധനികരാകുന്നവർ, അത് കൈക്കലാക്കുവാനായി അവരെ ദ്രോഹിക്കുന്നവർ, ഒന്നുമില്ലാത്തവരെ തൃപ്തിപ്പെടുത്തുവാൻ കഴിവുള്ളവരായിട്ടും വിശക്കുന്നവരെ മരിക്കുവാൻ വിടുന്നവർ, ഒപ്പം ഒന്നുമില്ലാത്തവരെ ഉടുപ്പിക്കുവാൻ കഴിവുള്ളവരായിട്ടും അവരെ നഗ്നരാക്കി വിട്ടവർ, തങ്ങളുടെ സൃഷ്ടാവിനെ തിരിച്ചറിയാതെ കാണുവാനോ കേൾക്കുവാനോ കഴിവില്ലാത്ത ജീവനില്ലാത്ത ദൈവങ്ങളുടെ മുന്നിൽ നമസ്കരിക്കുന്നവർ, കൊത്തിയെടുത്ത അവരുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നവർ, വിശുദ്ധിയില്ലാത്ത കരകൗശല വേലയ്ക്ക് മുന്നിൽ കുമ്പിടുന്നവർ, ഇവർക്കൊക്കെയുമായിട്ടാണ് ഈ സ്ഥലം ഒരുക്കിയിരിക്കുന്നത്. എന്തെന്നാൽ ഇവയ്ക്കെല്ലാം ഇടയിൽ ഒരു സ്ഥലം ശാശ്വതമായ അവകാശത്തിനായി ഒരുക്കപ്പെട്ടിരിക്കുന്നു. അധ്യായം 11 സൂര്യൻ എങ്ങനെയാണ് ഉദിക്കുന്നതെന്നും അസ്തമിക്കുന്നത് എന്നും വിവരിക്കുന്നു. ആ മനുഷ്യർ എന്നെ 4ാം സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ എന്നെ ഒന്നിനു പുറകെ ഒന്നായി പടിപ്പടിയായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഗതികളെയും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും പ്രകാശരശ്മികളെയും എനിക്ക് കാണിച്ചു തന്നു. ഞാൻ അവയുടെ ഗതികളെ അളന്ന് അവയുടെ പ്രകാശവുമായി താരതമ്യം ചെയ്തു. സൂര്യൻ്റെ പ്രകാശം ചന്ദ്രൻ്റെ പ്രകാശത്തേക്കാൾ വലുതാണെന്ന് ഞാൻ കണ്ടു. അതിൻ്റെ ചക്രങ്ങളിൽ വൃത്തത്തിലൂടെ എപ്പോഴും അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അതിവേഗതയിൽ കടന്നു പോകുന്ന കാറ്റുപോലെ രാവും പകലും വിശ്രമമില്ലാതെ അതിശയകരമായ യാത്ര. പോകുന്നതും തിരികെ വരുന്നതുമായ സൂര്യൻ്റെ ഗതിയിൽ 4 വലിയ നക്ഷത്രങ്ങളും ആ ഓരോ വലിയ നക്ഷത്രങ്ങൾക്കും കീഴിൽ 1000 നക്ഷത്രങ്ങളും സൂര്യചക്രത്തിൻ്റെ വലതുവശത്തായും, അതുപോലെ 4 വലിയ നക്ഷത്രങ്ങൾ 1000 നക്ഷത്രങ്ങളോടുകൂടി അതിൻ്റെ ഇടതുവശത്തായും ഇതിന് അകമ്പടിയായി സേവിച്ചുകൊണ്ടാണ് സൂര്യൻ്റെ സഞ്ചാരം. അങ്ങനെ മൊത്തം 8000 നക്ഷത്രങ്ങൾ വലിയ നക്ഷത്രങ്ങളോടൊപ്പം സൂര്യനോടൊപ്പം തുടർച്ചയായി യാത്ര ചെയ്യുന്നു.
പരിചരിക്കുവാനായി പകൽ സമയം 1,50,000 രാത്രിയിൽ 1,00,000 ദൂതന്മാരുമുണ്ട്. സൂര്യചക്രം അഗ്നിജ്വാലകളിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പായി 6 ചിറകുള്ളവ മാലാഖമാർക്ക് നിർദ്ദേശം കൊടുക്കുമ്പോൾ 100 മാലാഖമാർ സൂര്യനെ ജ്വലിപ്പിച്ചതിനെ പ്രകാശിപ്പിക്കുന്നു. ഇവിടെ 6 ചിറകുള്ളവ എന്ന് പറയുന്നത് ബൈബിൾ പ്രകാരം സെറാഫിൻ ആണ്. ഏറ്റവും പവർഫുള്ളായിട്ടുള്ള മാലാഖമാർ, ദൈവത്തിന് ഏറ്റവും അടുത്തായി നിൽക്കുന്നവർ. അധ്യായം 12. ഇതിൽ സൂര്യന്റെ മറ്റ് ഘടകങ്ങളെ കുറിച്ച് ആണ് വിവരിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ സൂര്യന്റെ മറ്റ് പറക്കുന്ന ഘടകങ്ങളായ ഫീനിക്സിനെയും അതിശയിപ്പിക്കുന്ന അപൂർവ ജീവിയായ ചാർക്കിഡ്രിയെയുമാണ് കണ്ടത്. അവയുടെ കാലുകളും വാലും സിംഹത്തിന്റെ ആകൃതിയിലും തല മുതലയുടെയും ആയിരുന്നു. ഒരു മഴവില്ല് പോലെ ധൂമ്രവർണ്ണത്തിൽ കാണപ്പെട്ട അവയുടെ വലിപ്പം 900 അളവും മാലാഖമാരെ പോലുള്ള അവരുടെ ചിറകുകൾ എണ്ണം 12 വീതമുള്ളതുമായിരുന്നു. ദൈവകൽപ്പന പ്രകാരം അവർ ഹാജരായി ചൂടും മഞ്ഞും വഹിച്ചുകൊണ്ട് സൂര്യനെ അനുഗമിക്കുന്നു. അങ്ങനെ ആകാശത്തിനടിയിലൂടെ ഭ്രമണം ചെയ്ത് ഉദിക്കുന്ന സൂര്യൻ ഭൂമിക്കടിയിലേക്ക് തൻ്റെ രശ്മികളുടെ പ്രകാശം നിരന്തരം പ്രവഹിപ്പിച്ചുകൊണ്ട് തൻ്റെ യാത്ര തുടരുന്നു. അധ്യായം 13. ആ മനുഷ്യർ എന്നെ ദൂരെ കിഴക്കോട്ട് കൊണ്ടുപോയി. സൂര്യൻ ഉദിക്കുന്ന സൂര്യന്റെ കവാടത്തിൽ എന്നെ നിർത്തി. വർഷത്തിലെ ഋതുക്കളുടെയും മുഴുവൻ മാസങ്ങളുടെയും ക്രമവും രാവും പകലുമുള്ള മണിക്കൂറുകളുടെ എണ്ണവും അനുസരിച്ചായിരുന്നു അത്. 6 ഗേറ്റുകൾ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഓരോ ഗേറ്റിലും 61 സ്റ്റേഡിയവും ഒരു സ്റ്റേഡിയത്തിന്റെ 1/4 ഭാഗവും, അതായത് 61.25 സ്റ്റേഡിയം ഉണ്ടായിരുന്നു. അവയെ ശരിക്കും അളന്ന ഞാൻ അവയുടെ വലിപ്പം ഇത്രമാത്രം വലിയതാണെന്ന് മനസ്സിലാക്കി. അതിലൂടെ സൂര്യൻ മുന്നോട്ട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീങ്ങുന്നു, സമനിലയാകുകയും എല്ലാ മാസങ്ങളിലും ഉദിക്കുകയും ഋതുക്കളുടെ ക്രമമനുസരിച്ച് 6 ഗേറ്റുകളിൽ നിന്ന് തിരികെ മടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ 4 ഋതുക്കളുടെ തിരിച്ചുവരവിന് ശേഷം മുഴുവൻ വർഷത്തിൻ്റെയും കാലയളവ് അവസാനിക്കുന്നു. പുരാതന ഗ്രീസിലും റോമിലും നീളം അളക്കുവാൻ ഉപയോഗിച്ചിരുന്ന ഒരളവാണ് സ്റ്റേഡിയം എന്ന് പറയുന്നത്. അത് ഏകദേശം 600 കൂടുതൽ ഫീറ്റ് വരും. വീണ്ടും ആ പുരുഷന്മാർ എന്നെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോയി. സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലത്തിന് എതിർവശത്തുള്ള കിഴക്കൻ കവാടങ്ങൾക്ക് സമാനമായി 365 ദിവസങ്ങളുടെ എണ്ണമനുസരിച്ച് തുറന്നിരിക്കുന്ന 6 വലിയ വാതിലുകൾ എനിക്ക് കാണിച്ചു തന്നു. അങ്ങനെ വീണ്ടും അത് പടിഞ്ഞാറൻ കവാടങ്ങളിൽ താഴേക്ക് ഇറങ്ങി അതിൻ്റെ പ്രകാശത്തെ അകറ്റി ഭൂമിക്ക് കീഴിലുള്ള അതിൻ്റെ പ്രകാശത്തിൻ്റെ വിപുലതയെ കുറയ്ക്കുന്നു. കാരണം 400 ദൂതന്മാർ കാവൽ നിൽക്കുന്ന അതിൻ്റെ പ്രകാശ കിരീടം സ്വർഗത്തിൽ ലോർഡിനോടൊപ്പമാണ്. സൂര്യൻ ഭൂമിക്ക് കീഴിൽ ചക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ രാത്രിയിൽ 7 മണിക്കൂർ അവിടെ നിൽക്കുകയും ഭൂമിക്കടിയിൽ അതിൻ്റെ പകുതി ഗതി ചെലവഴിക്കുകയും ചെയ്യുന്നു. രാത്രിയിലെ 8-ാം മണിക്കൂറിൽ കിഴക്കൻ ഭാഗത്തേക്ക് വരുമ്പോൾ അത് അതിൻ്റെ പ്രകാശങ്ങളും പ്രകാശ കിരീടത്തിൻ്റെയും കൊണ്ടുവരുന്നു. സൂര്യൻ തീയേക്കാൾ കൂടുതൽ ജ്വലിക്കുന്നു. അപ്പോൾ സൂര്യന്റെ മറ്റ് ഘടകങ്ങളായ ഫിനിക്സും ചൽക്കുദ്രിയും പാടുവാൻ തുടങ്ങുന്നതിനാൽ
ഓരോ പക്ഷിയും തങ്ങൾക്ക് പ്രകാശം നൽകുന്നവനിൽ സന്തോഷിച്ച് ചിറകടിച്ചു പറന്ന് ലോർഡിന്റെ കൽപ്പന പ്രകാരം അവയും പാട്ടുപാടുന്നു. പ്രകാശദാതാവ് ലോകത്തിന് മുഴുവൻ പ്രകാശം നൽകാൻ വരുന്നതോടുകൂടി പ്രഭാത കാവൽക്കാരൻ രൂപം കൊള്ളുന്നു. അത് സൂര്യരശ്മികളാണ്. ഭൂമിയെ മുഴുവൻ പ്രകാശപൂരിതമാക്കുവാനായി ഭൂമിയുടെ സൂര്യൻ പുറത്തുപോയി അതിൻ്റെ തിളക്കം സ്വീകരിച്ച് ഭൂമുഖത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നു. സൂര്യന്റെ ഈ ഗതിയുടെ കണക്കുകൾ മുഴുവൻ അവർ എനിക്ക് കാണിച്ചു തന്നു. അത് പ്രവേശിക്കുന്ന ഈ കവാടങ്ങളാണ് വർഷത്തിലെ മണിക്കൂറുകളുടെ കണക്കുകൂട്ടലിന്റെ മഹത്തായ കവാടങ്ങൾ. ഈ കാരണത്താൽ സൂര്യൻ ഒരു മഹത്തായ സൃഷ്ടിയാണ്. അതിൻ്റെ സർക്യൂട്ട് 28 വർഷം നീണ്ടു നിന്നതിന് ശേഷം വീണ്ടും തുടക്കം മുതൽ ആരംഭിക്കുന്നു. സത്യാന്വേഷണികളുടെ ആത്മീയ ജീവിതത്തിന് തിരസ്കരിക്കപ്പെട്ട ഈ ബുക്കുകൾ മുതൽക്കൂട്ടാണ് എന്ന് കരുതുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും മറക്കേണ്ട. താങ്ക് യു.